ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള 5 സ്റ്റോക്കുകളെ കുറിച്ചിട്ടാണ്. ഏതൊക്കെയാണ് 5 സ്റ്റോക്കുകൾ എന്നുള്ളതും അതിലെങ്ങനെ എൻട്രി എടുക്കണം എന്നുള്ളതും എങ്ങനെ എക്സിറ്റ് ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ സ്റ്റോക്ക് ഞാൻ കണ്ടെത്തിയത് മീൻസ് എന്തുകൊണ്ടാണ് ആ സ്റ്റോക്ക് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ലേണിംഗ് പർപ്പസിനും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങളിപ്പം എൻട്രി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഒരു ലേണിംഗ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ വീഡിയോ കാണുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ ഞാൻ ഷെയർ ചെയ്ത സ്റ്റോക്കുകളിൽ നമുക്ക് ടാർഗറ്റോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസോ ഒന്നും ആയിട്ടില്ല. അതായത് 1 വീക്ക് ടൈം ഫ്രെയിം ആയിട്ടുണ്ട്. അതിൽ 2 സ്റ്റോക്കുകൾ ചെറിയ പ്രോഫിറ്റിലും 2 സ്റ്റോക്കുകൾ ലോസിലുമാണ് നിൽക്കുന്നത്. അപ്പം പല ആളുകളും എനിക്ക് മെസ്സേജസും അതുപോലെ തന്നെ കമൻറ്റൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്, എന്താണ് ഇനി ചെയ്യേണ്ടത്, ചെറിയ ലോസിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം ബുക്ക് ചെയ്യണോ, വലിയ പ്രോഫിറ്റ് ഒന്നും കിട്ടുന്നില്ല, ചെറിയ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് കണ്ടീഷൻസിനനുസരിച്ചിട്ട് എന്താ പറയുക, സ്റ്റോക്കുകളുടെ പെർഫോമൻസ് കുറയാനും കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് അനലൈസ് ചെയ്യുന്നത് വരും ദിവസങ്ങളിലുള്ള മാർക്കറ്റ് കണ്ടീഷനും കൂടെ ഉൾപ്പെടുത്തിയിട്ടല്ല നമ്മുടെ അനാലിസിസ് ചെയ്യുന്നത്. നമ്മൾ അനലൈസ് ചെയ്യുന്നത് ആ സ്റ്റോക്കിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു പാറ്റേണും ആ സ്പെസിഫിക് ആയിട്ടുള്ള ആ സ്റ്റോക്കിൻ്റെ ഒരു സിറ്റുവേഷനും ഒക്കെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പം സ്റ്റോക്ക് ആക്ച്വലി നല്ലതായിരിക്കും, പക്ഷേ മാർക്കറ്റ് കണ്ടീഷൻസ് വരും ദിവസങ്ങളിൽ പല കാര്യങ്ങൾ സംഭവിക്കാം. ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ നമുക്ക് ബഡ്ജറ്റ് ഉണ്ടായിരുന്നു, ഇപ്പം ഇനി ഇലക്ഷൻ വരാൻ പോകുന്നത്, ഇനിയിപ്പം വേറെ എന്തെങ്കിലും വാർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ പ്രൈസ്, അത്തരത്തിലുള്ള പല ഫാക്ടേഴ്സ് അഫക്റ്റഡ് ആയിട്ട് മാർക്കറ്റിൽ അൺസർട്ടനിറ്റികൾ വരും. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നല്ല സ്റ്റോക്കുകളാണെന്നുണ്ടെങ്കിൽ ഹ്യൂജ് ആയിട്ടുള്ള ഡൗൺ സൈഡ് വരില്ല. അതായത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് റേഞ്ചിലേക്ക് സ്റ്റോക്ക് ഫോളോ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സിറ്റ് ചെയ്ത് പോകണം. പക്ഷേ അതല്ലാതെ മാർക്കറ്റ് എന്താ പറയുക, ഒരു മോശം സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റോക്ക് ചെറിയൊരു ഡൗൺ സൈഡിലേക്ക് വരിക, ഒരു 1%, 2%, 3%, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 15% ആ സ്റ്റോപ്പ് ലോസ് വെക്കുന്നുണ്ട്, ചിലപ്പോൾ ഒരു 7%, 8% ഒക്കെ ഡൗൺ സൈഡ് വന്നു എന്ന് വിചാരിച്ചിട്ട് അതിൽ പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ആ സ്റ്റോപ്പ് ലോസ് ലെവൽ വരെ ആ സ്റ്റോക്ക് വന്നാലും അത് എക്സിറ്റ് ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ അതൊരു മോശം സ്റ്റോക്കാണ് എന്ന് കൺഫേം ആയിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ലെവലിൽ എത്തിക്കഴിഞ്ഞാലാണ് ആ സ്റ്റോക്ക് ഒരു ഫ്യൂച്ചറില്ലാത്ത സ്റ്റോക്കായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. സ്റ്റോപ്പ് ലോസ് എത്താത്ത അത്രയും കാലം ആ സ്റ്റോക്ക് ബുള്ളിഷ് ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് എത്തിക്കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്താൽ മതി എന്ന് പറയാൻ കാരണം അതാണ്. മാർക്കറ്റ് കണ്ടീഷൻസിനനുസരിച്ചിട്ട് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും, പക്ഷേ ആ ഫ്ലക്ച്വേഷൻസ് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെയും താഴോട്ട് പോകരുത് എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. അത് മാത്രമേ നമ്മുടെ കണ്ടീഷൻസ് ഉള്ളൂ. അപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കാത്ത സ്റ്റോക്കുകളിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അത് കുറച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്തോളും, കുറച്ച് കഴിഞ്ഞാൽ കയറി പൊഴിക്കോളും. കുറച്ച് ടൈം അതിന് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ നമുക്ക് പെർഫോമൻസ് കിട്ടിയതൊന്ന് സ്പിക്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി. അതുപോലെ തന്നെ ടി പി എല്ലിൽ നല്ല പെർഫോമൻസ് കിട്ടി. ടി പി എല്ലൊക്കെ നമ്മൾ കുറച്ച് കാലം ഹോൾഡ് ചെയ്ത സ്റ്റോക്കാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഓൾമോസ്റ്റ് ഒരു 12th ജാനുവരിയിലൊക്കെയാണ് ടി പി എൽ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പം അതിനുശേഷം ഇപ്പോൾ ഓൾമോസ്റ്റ് 1 മന്തോളം ആവാറായി. പക്ഷേ ഇപ്പോഴാണ് നമുക്കൊരു ഒരു ദിവസം കൊണ്ട് തന്നെ 17% റിട്ടേൺസ് കിട്ടിയത്. അപ്പോൾ കുറച്ച് ടൈം കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്കൊക്കെ കയറി പോകും. നമ്മൾ എടുക്കുന്ന സ്റ്റോക്കുകളൊക്കെ അത്യാവശ്യം നല്ല സ്റ്റോക്ക് തന്നെയാണ്. അപ്പം വളരെ മോശം സ്റ്റോക്കുകളൊന്നും അധികമില്ല. ചില സ്റ്റോക്കുകൾ നമുക്ക് വലിയ റിട്ടേൺസ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് അത്യാവശ്യം ചില മോശം സ്റ്റോക്കുകൾ, ഇപ്പം അതിലൊരു എക്സാമ്പിൾ ആയിരുന്നു സംഗി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന സ്റ്റോക്ക്. അത് വളരെ പെട്ടെന്ന് നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചു. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഒരു അപ്പർ സർക്യൂട്ട് സ്റ്റോക്ക് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് റിസ്കി ആയിട്ടുള്ള സ്റ്റോക്ക് നമ്മൾ എടുക്കാറുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ കൂടെ തന്നെ അത് മെൻഷൻ ചെയ്യാറുണ്ട്, റിസ്ക്കിയാണ് ഈ ഒരു എൻട്രി എന്നുള്ള രീതി. അതുപോലെ തന്നെ ഇന്നത്തെ റെക്കമെൻഡേഷൻസിലും ഒരു സ്റ്റോക്ക് കുറച്ച് റിസ്കി ആയിട്ടുള്ള സ്റ്റോക്കാണ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. സോ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ചിട്ട് ട്രേഡ് ചെയ്യുക. മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അപ്കമിങ് ഡേയ്സിൽ ഉണ്ടാവുന്ന അൺസർട്ടനിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അത്തരത്തിലുള്ള സ്റ്റോപ്പ് ലോസും ടാർഗറ്റൊക്കെ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വരെ പോവുകയാണ്, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കാത്തടത്തോളം സമയം ആ ഒരു സ്റ്റോക്ക് മോശം സ്റ്റോക്ക് ആയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. മാർക്കറ്റ് കണ്ടീഷൻസ് കൊണ്ടാണ് അത്തരത്തിലുള്ള മൂവ്മെൻറ്റ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് അതിനനുസരിച്ചുള്ള ഡിസിഷൻസ് എടുക്കുക. സോ നമുക്ക് എന്താണെങ്കിലും ഇന്നത്തെ സ്റ്റോക്ക് അനാലിസിലേക്ക് പോവാം. ഇന്ന് ടോട്ടൽ 5 സ്റ്റോക്കുകളാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ 5 സ്റ്റോക്കുകളാണുള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഈ SAMHI എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഞാൻ അതിൻ്റെ കോട്ട് ഇവിടെ വലുതാക്കിയിട്ട് അയച്ചു തരാം. ഇതാണ് സ്റ്റോക്ക്. ഞാൻ കംപ്ലീറ്റ്ലി ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ടാണ് സ്റ്റോക്കുകളൊക്കെ സെലക്ട് ചെയ്യാറ്. ഞാൻ ഫണ്ടമെൻ്റൽസ് നോക്കിയിട്ടല്ല. ഞാൻ എപ്പോഴും പറയാവുന്ന സംഭവമാണത്.
ഫണ്ടമെൻ്റൽസ് വളരെ മോശമാണ് എന്നുള്ളതല്ല അതിനർത്ഥം. ഫണ്ടമെൻ്റൽസ് നോക്കിയിട്ടല്ല, ഞാൻ ടെക്നിക്കലി അനാലിസിസ് മാത്രമേ, അതായത് ഷോർട്ട് ടേം മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ അനാലിസിസ് കംപ്ലീറ്റ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോങ് ടേമിലേക്ക് ഈ സ്റ്റോക്ക് മാറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫണ്ടമെൻ്റലി അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ലോങ് ടേമിലേക്ക് മാറ്റുക. ഷോർട്ട് ടേമിലേക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതിന് പറ്റിയ രീതിയിൽ തന്നെയാണ് ഞാൻ അനലൈസ് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് സ്റ്റോക്ക് SAEMHI. എന്തുകൊണ്ട് ഈ സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലുള്ളൊരു ABC പാറ്റേൺ എന്ന് പറയും. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം എന്നറിയില്ല. ABC പാറ്റേൺ മീൻസ് ഒരു സ്ലോ ആയിട്ടുള്ള അക്യുമുലേഷൻ നടക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അക്യുമുലേഷൻ നടക്കുന്നു എന്നുള്ളതാണ് ഈ സ്റ്റോക്കിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം. അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഈ സ്റ്റോക്ക് IPO കഴിഞ്ഞതിന് ശേഷം നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് തന്നു. പിന്നീട് റീട്രേസ്മെൻറ്റ്, അതായത് നല്ല ബൈയിങ് തന്നതിന് ശേഷം അതിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെസ്റ്റിംഗ് കഴിഞ്ഞ ശേഷം വീണ്ടും അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു. വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് വന്നു. റീസെൻറ്റ് ഹൈയിൽ സപ്പോർട്ട് എടുത്തു. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഇത്തരത്തിലുള്ള പാറ്റേൺ എന്ന് പറയുന്നത്. ABC പാറ്റേൺ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, വളരെ സ്ട്രോങ് ആയിട്ടുള്ള പാറ്റേൺ ആയിരിക്കും. അപ്പം അപ്പ് സൈഡിലേക്ക് വന്നു, ബ്രേക്ക് ചെയ്തു. വീണ്ടും റീസെൻറ്റ് ഹൈയിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് വീണ്ടും അപ്പ് സൈഡിലേക്ക് വന്നു. അവിടെ വീണ്ടും ഒരു ബ്രേക്ക് നടന്നിട്ടുണ്ട്. ഓക്കെ, റീസെൻറ്റ് ഹൈ വീണ്ടും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഈ ഒരു റീസെൻറ്റ് ഹൈയിൽ ഇവിടെ സപ്പോർട്ട് എടുത്ത് അടുത്ത അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ക്യാച്ച് എന്ന് പറയുന്നത് ഇതാണ് ABC പാറ്റേൺ. അപ്പം ഇതാണ് ഒരു റീസൺ. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഇതിന് ഓരോ ഹൈ ബ്രേക്ക് ചെയ്യാനും എടുക്കുന്ന ടൈമുണ്ട്. അതായത് ഫസ്റ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 31 ഡേയ്സ് അല്ലെ 46 ഡേയ്സ് ആണ് എടുത്തത്. അതായത് ഫസ്റ്റത്തെ ഹൈ ബ്രേക്കിംഗ് നടക്കാൻ വേണ്ടിയിട്ട് 46 ഡേയ്സ് എടുത്തു. അതിനുശേഷം അടുത്ത ഹൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 40 ഡേയ്സ് ആണ് എടുത്തത്. അതിനുശേഷം ഉണ്ടായ ഹൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് 19 ഡേയ്സ് ആണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ബ്രേക്കൗട്ട് നടക്കാനുണ്ടാവുന്ന ബ്രേക്കൗട്ട് നടക്കുന്ന ആ ഒരു ടൈം, അല്ലെങ്കിൽ ഒരു ബ്രേക്കൗട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റോക്ക് എടുക്കുന്ന ടൈം കുറഞ്ഞ് വരുന്നുണ്ട്. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിൽഡപ്പ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് മൊമെൻറ്റം ഈ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിന് തെളിവാണത്. അതായത് ഓരോ ടൈം കഴിയുന്തോറും ഇതിന് ഒരു ഹ്യൂജ് ബ്രേക്കൗട്ട് നടക്കാനുള്ള ടൈം കുറഞ്ഞു വരുന്നു. മീൻസ് അക്യുമുലേഷൻ നല്ല രീതിയിൽ ഈ സ്റ്റോക്കിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ സ്റ്റോക്ക് ഒരു സ്ട്രൈറ്റ് മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ഹ്യൂജ് അപ്സൈഡ് നടക്കുന്നതിന് ശേഷമായിരിക്കും ഇനി ഈ സ്റ്റോക്ക് ഒരു ലോങ് ടേമിലേക്ക് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതിപ്പോൾ കറൻ്റ്ലി വളരെ ഷോർട്ട് ടേമിലേക്കുള്ള റെസ്റ്റിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി ഒരു ഹ്യൂജ് അപ്പ് മൂവ്മെൻറ്റ് നടന്നതിന് ശേഷം ഒരു ലോങ് ടേമിലേക്കുള്ള റെസ്റ്റിംഗ് വരും. അപ്പോൾ നമുക്ക് ആ ഹ്യൂജ് അപ്പ് മൂവ്മെൻ്റ് ആണ് നമുക്ക് ക്യാച്ച് ചെയ്യേണ്ടത്. അത് ചിലപ്പം അടുത്ത വീക്കാവാം, അല്ലെങ്കിൽ ചിലപ്പം അത് കഴിഞ്ഞിട്ടുള്ള വീക്കാവാം. എന്താണെങ്കിലും ഒരു ബിഗ് അപ്പ് മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റി ഈ സ്റ്റോക്ക് കാണിച്ചു തരുന്നുണ്ട്. സോ ടെക്നിക്കലി അതാണ് റീസൺ. അക്യുമുലേഷൻ വളരെ വിസിബിളായിട്ട്, വളരെ കൃത്യമായിട്ട് അക്യുമുലേഷൻ ഇതിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ സ്റ്റോക്ക്. അതാണപ്പം ഫസ്റ്റ് സ്റ്റോക്ക് വരുന്നത് SAMHI. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റോക്ക് സെല്ലോ എന്ന് പറയുന്ന സ്റ്റോക്ക്, അത് SELLO. ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു കോട്ട് ഇവിടെ കൊടുക്കാം. ഓക്കെ, SELLO എന്ന് പറയുന്ന സ്റ്റോക്കാണ് രണ്ടാമത്തെ സ്റ്റോക്ക്. ഈ സ്റ്റോക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സ്റ്റോക്ക് നേരത്തെ തന്ന സ്റ്റോക്കിൻ്റെ ഏകദേശം അതുപോലെ തന്നെയാണ്. അതായത് ഇവിടെയാണ് IPO സ്റ്റാർട്ടായത്. IPOയുടെ ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഈ സ്റ്റോക്ക് ഫസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ നോക്കി, ഫസ്റ്റ് ടൈം ബ്രേക്ക് ചെയ്യാൻ നോക്കി. പിന്നീട് അത് റെസ്റ്റിംഗ് ആണ് കണ്ടത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കണ്ടത്. രണ്ടാമത്തെ ബ്രേക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ വെച്ചിട്ടുള്ളൊരു ബ്രേക്കായിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ വെച്ചിട്ട് ബ്രേക്കായി. പിന്നീട് റെസ്റ്റിംഗ് നടന്ന് ഈ റീസെൻറ്റ് ഹൈയിൽ റീടെസ്റ്റ് നടത്തി രണ്ടാമത്തെ ഒരു അപ് ട്രെൻഡിലേക്കുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഈ സ്റ്റോക്ക് IPO കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന് ഹെഡ് ആൻഡ് രണ്ട് ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ബ്രേക്ക് ചെയ്യുക. ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻഡിക്കേഷനാണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തതിന് ശേഷം കറക്റ്റ് ബ്രേക്ക് ഔട്ടിൽ റീടെസ്റ്റ് നടത്തി ഇവിടെ ഒരു വിത്ത് വോളിയം ഒരു ക്യാൻഡിൽ ബിൽഡായിട്ടുണ്ട്. അപ്പോൾ ഇതും ടെക്നിക്കലി വളരെ ബുള്ളിഷ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്, അല്ലെങ്കിൽ ഒരു ഫോർമേഷനാണ്. അപ്പം SELL ആണ് രണ്ടാമത്തെ സ്റ്റോക്ക് വരുന്നത്. അപ്പം ഫസ്റ്റ് സ്റ്റോക്ക്, രണ്ടാമത്തെ സ്റ്റോക്ക് രണ്ടും ഈ പറഞ്ഞ പോലെ ടെക്നിക്കലി ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റോക്ക് ഇന്ത്യ. ഓക്കെ, ഈ സ്റ്റോക്കിൻ്റെ
ഒറിജിനൽ പേരെന്താണെന്നുള്ളത് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. എനിവേ ഞാൻ ഇതിൻ്റെ കോട്ട് മാത്രം അറിഞ്ഞാൽ മതി. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഫണ്ടമെൻ്റലി അനലൈസ് ചെയ്തിട്ടല്ല ഈ സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ മിനിമം സ്ക്രീനർ വെച്ചിട്ട് മിനിമം അനാലിസിസ് ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെ മോശം സ്റ്റോക്ക് അല്ല ഒരിക്കലും. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് നിങ്ങൾ ലോങ് ടേമിലേക്ക് പ്രിഫർ ചെയ്യാൻ ഞാനൊരിക്കലും പറയുന്നില്ല. നിങ്ങൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്തിട്ട് മാത്രം പ്രിഫർ ചെയ്യുക. സോ ഇനി രണ്ടാമത്തെ മീൻസ് ഈ സ്റ്റോക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് IPO കഴിഞ്ഞതിന് ശേഷം IPO ലിസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം കുറേ കാലം നമുക്ക് താഴെ റെസ്റ്റിംഗ് തന്ന് ഒരു ബിൽഡപ്പ് കാണിച്ച ശേഷം വീണ്ടും റെസ്റ്റിംഗ് തന്ന് ഒരു 4 ക്യാൻഡിൽ വെച്ചിട്ട് ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഉള്ളൊരു പ്രശ്നം, ഓക്കെ സോറി, ഞാൻ കഴിഞ്ഞ 2 സ്റ്റോക്കിൻ്റെ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ ആദ്യം പറയാം. ഇതിൽ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരേണ്ടത് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. അപ്പം ഓൾമോസ്റ്റ് ട്രെൻഡ് ലൈൻ വെച്ച് ബേസ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് വരുമ്പോൾ ഓൾമോസ്റ്റ് 15% ആണ് ഇതിൽ സ്റ്റോപ്പ് ലോസ് വരുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിൽ SAMHI എന്ന് പറയുന്ന സ്റ്റോക്കിൽ 15% സ്റ്റോപ്പ് ലോസും 30%ഓളം ടാർഗറ്റുമാണ് നമ്മളിതിൽ കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റോക്കിൽ 15% സ്റ്റോപ്പ് ലോസ്, 30% ടാർഗറ്റ്. ഇനി സെല്ലെന്ന് പറയുന്ന സ്റ്റോക്കിൽ സ്റ്റോപ്പ് ലോസ് വരേണ്ടത്, ഈ സ്റ്റോക്ക് ഓൾമോസ്റ്റ് റീടെസ്റ്റ് പോയിന്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ വലിയ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5% ഒക്കെ ഓക്കെയാണ്. സ്റ്റോപ്പ് ലോസ് 5% ഒക്കെ ഓക്കെയാണ്. പക്ഷേ നമുക്ക് കുറച്ചും കൂടെ സേഫായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാക്സിമം ഒരു 10% അല്ലെങ്കിൽ ഒരു 9% സ്റ്റോപ്പ് ലോസ് ഇതിൽ വെക്കാം. 9% സ്റ്റോപ്പ് ലോസും ഇതിൽ ടാർഗറ്റ് ആയിട്ട് വരേണ്ടത് ഓൾമോസ്റ്റ് ഒരു 20%-ൻ്റെ അടുത്ത് നമുക്ക് ടാർഗറ്റും വെക്കാൻ പറ്റും. ഓക്കെ, 20% സ്റ്റോപ്പ് ലോസും ഒരു 20% ടാർഗറ്റും 9% സ്റ്റോപ്പ് ലോസും ആയിട്ടാണ് വരേണ്ടത്. ഓക്കെ, ഇനി ഇതിൽ വരേണ്ട സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റോക്കിൽ വരേണ്ട സ്റ്റോപ്പ് ലോസ് ഓൾമോസ്റ്റ് 10% ആണ് ഇതിലും സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. കാരണം ഇത് ഒരു റീടെസ്റ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. മാക്സിമം ഒരു ഇതുവരെയുള്ളൊരു റീടെസ്റ്റ്മെൻറ്റ്, ഓൾമോസ്റ്റ് ഒരു 618 വരെ ഈ സ്റ്റോക്ക് ചിലപ്പോൾ വന്നേക്കാം. പക്ഷേ അതിനുശേഷം വീണ്ടും അപ്പ് സൈഡിലേക്ക് തന്നെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് എടുക്കുന്നവർ ശ്രദ്ധിക്കുക, ചെറിയൊരു ഡൗൺ സൈഡിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ചിലപ്പോൾ ഇത് വളരെ ഫാസ്റ്റായിട്ട് അപ്പ് സൈഡിലേക്ക് അങ്ങനെ പോകും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴെന്നെ റെക്കമെൻഡ് ചെയ്തത്. അതിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇൻ കേസ് മാർക്കറ്റ് കുറച്ച് നെഗറ്റീവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുവരെ റീടെസ്റ്റ് നടത്താനുള്ള ചാൻസ് ഉണ്ട്, 618 വരെ. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓൾമോസ്റ്റ് ഒരു 580 സ്റ്റോപ്പ് ലോസ് വെക്കുക. 580 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ലോസ് വരേണ്ടത് ഒരു 10% സ്റ്റോപ്പ് ലോസ് വെക്കുക. ടാർഗറ്റ് വരേണ്ടത് 20% ടാർഗറ്റും വെച്ചിട്ട് ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കാം. ഇനി JSW ഇൻഫ്ര എന്ന് പറയുന്ന സ്റ്റോക്കാണ് അടുത്ത സ്റ്റോക്ക്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് IPO കഴിഞ്ഞു, വളരെ നല്ല രീതിയിൽ അപ് ട്രെൻഡ് തന്നു, ABC പാറ്റേൺ അല്ലെങ്കിൽ ഹൈ ഫോർമേഷനൊക്കെ തന്നതിന് ശേഷം ഇതൊരു വലിയ റെസ്റ്റിങ്ങിലേക്ക് ഈ സ്റ്റോക്ക് പോയി. എന്നിട്ട് കുറേ കാലം ആ ഒരു ലെവലിൽ കൺസോൾഡേറ്റ് ചെയ്ത് സ്ലോ ആയിട്ടുള്ളൊരു ബിൽഡപ്പ് ഇവിടെ കാണിച്ച് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട്, അതായത് വളരെ അഗ്രസീവായിട്ടല്ലാതെ ഒരു സ്ലോ ആയിട്ടുള്ളൊരു അപ് ട്രെൻഡും തന്ന് വിത്ത് വോളിയം ഒരു ബിഗ് ക്യാൻഡിലും ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതായത് ഇവിടെ സെല്ലിംഗ് നടക്കുന്ന ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ബിൽഡപ്പ് കാണിച്ചിട്ടുണ്ട്. സോ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അപ് ട്രെൻഡിലേക്ക് അറ്റ്ലീസ്റ്റ് ഈ ഒരു ഹൈ എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ എത്താനുള്ള ചാൻസ് ഉണ്ട്. ഈ ഹൈ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഹൈ വരുന്നത് 10% വളരെ പെട്ടെന്ന് എത്തും. പക്ഷേ 10% അല്ല നമ്മൾ ടാർഗറ്റ് വരേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 10% എത്തിയിട്ട് എക്സിറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ ടാർഗറ്റ് ഇടേണ്ടത്, നമുക്ക് സ്റ്റോപ്പ് ലോസ് ഓൾമോസ്റ്റ് 10% ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം കൂടുതൽ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് 20% ടാർഗറ്റ് വരെ ഇത് ഹോൾഡ് ചെയ്യുക. JSW ഇൻഫ്ര 20% ടാർഗറ്റിലാണ്. ഇനി അഞ്ചാമത്തെ സ്റ്റോക്ക്, ഓക്കെ 4 സ്റ്റോക്ക് പറഞ്ഞു. ഇനി അഞ്ചാമത്തെ സ്റ്റോക്ക്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റിസ്കി ആയിട്ടുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത്. റിസ്കി മീൻസ് ഇത് മോശം സ്റ്റോക്കാണ് എന്നുള്ളതിൻ്റെ അർത്ഥം. ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂജ് റിട്ടേൺസ് കിട്ടും. ചിലപ്പോൾ 50% വരെയൊക്കെ പോയേക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന് ലിക്വിഡിറ്റി കുറവാണ്, അല്ലെങ്കിൽ ഇത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ചിലപ്പോൾ ഒന്ന് താഴോട്ട് വന്നതിന് ശേഷമായിരിക്കാം ഇത് ചിലപ്പോൾ ഇനി മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിലൊരു 20% സ്റ്റോപ്പ് ലോസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ 22% സ്റ്റോപ്പ് ലോസ് പറയുന്നുണ്ട്. ഇത് ചിലപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും, ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ നാളെ തന്നെ ഇത് അപ്പർ സർക്യൂട്ടിലേക്ക് പോവാം. അതുകൊണ്ട് അങ്ങനെ ഒരു പോസിബിലിറ്റിയും കൂടെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് താഴോട്ട് വരുന്ന ഉറപ്പുണ്ടെങ്കിൽ ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് താഴോട്ട് വന്നേക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഹൈ റിട്ടേൺസിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഹൈ റിട്ടേൺസ് വിത്ത് റിസ്ക് താല്പര്യമുള്ള ആളുകൾക്ക് ഈ സ്റ്റോക്ക് ചൂസ് ചെയ്യാം.
ഇതിൽ സ്റ്റോപ്പ് ലോസ് വരുന്നത് 20% സ്റ്റോപ്പ് ലോസ് വരണം. ടാർഗറ്റ് നമുക്ക് 50% വരെയൊക്കെ എടുക്കാം, അല്ലെങ്കിൽ 40 to 50% വരെയൊക്കെ ടാർഗറ്റ് ഇതിൽ എടുക്കാൻ വേണ്ടി പറ്റും. സോ അതാണ് അഞ്ചാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വളരെ കുറച്ച് കാലം ഇതിൽ ലിക്വിഡിറ്റി ഇല്ലാതെ നിന്ന് സ്ലോ ആയിട്ട് ഇതിലൊരു ബൈയിങ് ലിക്വിഡിറ്റി, അതായത് ഹ്യൂജ് ബൈയിങ് വന്നതിന് ശേഷം ഒരു വിത്ത് വോളിയം ഹ്യൂജ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. സോ ടോട്ടൽ 5 സ്റ്റോക്കുകൾ ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ ഇതിലുള്ള സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഈ പറഞ്ഞ പോലെ തന്നെ ടൈം ഫ്രെയിമും. സോ ഈ സ്റ്റോക്കുകളുടെയൊക്കെ ടൈം ഫ്രെയിം 3 months ആണ്, ഒരു 2 to 3 months ആണ് ഇതിൻ്റെ ടൈം ഫ്രെയിം വരുന്നത്. കാരണം നമുക്ക് ബഡ്ജറ്റും കുറച്ച് ടൈം നമുക്ക് വെറുതെ പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ബഡ്ജറ്റല്ല, ഇലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ബിഗ് പെർഫോമൻസ് ഈ സ്റ്റോക്കുകളൊക്കെ തരുന്നത്. അപ്പോൾ ഒരു 2 to 3 months വെയിറ്റ് ചെയ്യുക. കാരണം നമ്മൾ 20% മുകളിലാണ് ടാർഗറ്റ് എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 months കൊണ്ട് അല്ലെങ്കിൽ 3 months കൊണ്ട് 20% പ്രോഫിറ്റ് കിട്ടുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ എല്ലാ സ്റ്റോക്കും 2 months കഴിഞ്ഞിട്ടാണ് പെർഫോം ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞത്. ചിലപ്പം ഈ അടുത്ത വീക്കിൽ തന്നെ നല്ല പെർഫോമൻസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പറയുന്നത് ഇത്തരത്തിൽ അൺസർട്ടനിറ്റി നമ്മുടെ കൺമുന്നിൽ ഉണ്ടായതുകൊണ്ട്, ഇലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്കൊരു 2 months കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരെ പെർഫോമൻസ് കാണിക്കുന്നില്ലെങ്കിൽ അത് എക്സിറ്റ് ചെയ്ത് പോവാം. ഒരു 2 months കൊണ്ടൊക്കെ എന്താണ് സാധാരണ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ 1 month ടൈം ഫ്രെയിം ഇടേണ്ട സ്റ്റോക്കുകളാണ് ഇതൊക്കെ. അപ്പം നിങ്ങൾ അതിനനുസരിച്ച്, അപ്പം ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് 2 months ഒരു ടൈം ഫ്രെയിം ഞാൻ പറഞ്ഞത്. ഇനി പെർഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ 3 months വരെ വെയിറ്റ് ചെയ്യാം. 3 months മാക്സിമം വെയിറ്റ് ചെയ്താൽ മതി. അതിനുള്ളിൽ എക്സിറ്റ് ചെയ്ത് ഒഴിവാക്കാം.